ഓട്ടിസം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് വിശുദ്ധി ആക്ടിവേറ്റ് 3-4 കേസ് ഇപ്പം മുംബൈയിൽ വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസത്തിനുള്ള ഇപ്പോൾ ഒരു പയ്യന് 21 വയസ്സായ പയ്യന് ക്ലിയർ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഈ നാലുമാണ് മൂലാധാരത്തിൽ ഒവ്വൊരു പെട്ടലിനും ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഹീലിംഗ് വരുന്നു. മൂലാധാര ഡാമേജ് ആയി പോയാൽ തലയിൽ നിന്ന് എനർജിയെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. നാഡി ചാനൽ ഒന്നായിട്ട് നിൽക്കുന്ന ശിവൻ രണ്ടാ പിരിഞ്ഞ് ക്രിയേഷന് വേണ്ടി ശിവശക്തിയാ പിരിഞ്ഞ സെൻറ്റർ ഇങ്ങനെയുള്ള ഇത് ശൈവ സിദ്ധാന്തത്തിലും തിരുമന്ത്രത്തിലുമുണ്ട്. അപ്പോൾ 6 ദളത്തായി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ നാക്കിൽ വാട്ടർ ഡിസ്ചാർജ് വന്നാൽ നിങ്ങളുടെ ദേഹത്തിൽ വാത പിത്ത കഫം നോർമൽ നർത്തം, പുളിപ്പ് വന്നാൽ നിങ്ങൾക്ക് വാദം അധികം നർത്തം. അപ്പോൾ നിങ്ങളെ ത്രിപുര എന്തെങ്കിലും മാറ്റി കളിച്ച് നോർമൽ ചെയ്തോളാം. അപ്പോൾ അതിൽ അത്യാവശ്യം കയപ്പ് വന്നാൽ പിത്തം അധികം. അപ്പോൾ 6 ടേസ്റ്റേയും കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് സ്വാദിഷ്ഠാനം. ശരി, എന്തിനു വിശുദ്ധി അവർ ആക്ടിവേറ്റ് ചെയ്യുക? അതുകൊണ്ട് എന്ത് ഗുണം? 2 കാതിനും എനർജി ചാനൽ ഇത് കൊണ്ടുപോയാൽ കാത് കേൾക്കാതെ കാതും കേൾക്കും, ഇംബാലൻസ് ശരിയാകും. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതേമാതിരി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, നാഡി ചാനൽസ്, നെർവ്സ് ആർ കണക്റ്റഡ് ടു ചക്രാസ്. പ്രാണായാമത്തിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്ഥൂല പ്രാണായാമം, ഇന്ന് സൂക്ഷ്മ പ്രാണായാമം. സ്വാമി, നമ്മൾ പറഞ്ഞു വന്നത് ഈ ചക്ര ആക്ടിവേഷനെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ ചക്ര ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ഒരുപാട് ആളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ന് യോഗയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ചക്ര ആക്ടിവേഷൻ ചെയ്തു തരാം, 2 ആഴ്ച കൊണ്ട് ചെയ്തു തരാം, ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ചക്ര ആക്ടിവേഷൻ തന്നെയാണോ യഥാർത്ഥ ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത്? ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ചക്ര ആക്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ ശൈവ റെക്കോർഡ്സ് ആൻഡ് മർമ്മ റെക്കോർഡ്സ്. ശൈവ സിദ്ധാന്തം, ശിവയോഗം, മർമ്മ റെക്കോർഡ്സ് ഞാൻ തേടിയെടുത്ത് അതിൽ നിന്നാണ് ഞാൻ സിലബസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർ നിങ്ങൾ ഓപ്പൺ ചെയ്തറിയാം, ഇത് മൂലാധാരം 4 ദളം ചുവപ്പ് കളറ് ഇങ്ങനെ തന്നെ. ആ 4 ദളത്തിൽ എന്താണ് ഉള്ളത്? അത് സിദ്ധാരിക തിരുമന്ത്രത്തിലുണ്ട്. സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഈ 4മാണ് മൂലാധാരത്തിൽ ഒവ്വൊരു പെട്ടലിനും ഉള്ളത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ സിദ്ധം പോസിറ്റീവ് മൈൻഡ് ഡെവലപ്പ് ആവും. കൺട്രോൾ ചെയ്യാൻ നെഗറ്റീവ് മൈൻഡെ കൺട്രോൾ ചെയ്യാം. അത് ബുദ്ധിയെ பயன்படுத்தி അഹങ്കാരത്തെയും பயன்படுத்தி കൺട്രോൾ ചെയ്ത് അതിനെ സിദ്ധത്തിൽ കൊണ്ടുവച്ചാൽ സ്പിരിച്വൽ എനർജിயாக മാറും. ഈ ഡീറ്റെയിൽ തിരുമന്ത്രത്തിലാണ് ഉള്ളത്. മറ്റേ ഇൻ്റർനാഷണൽ ലെവലിൽ അത് ഇല്ല. അപ്പോൾ അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? അത് നിങ്ങളുടെ മുമ്പ് പ്രൊജക്റ്റ് ചെയ്യുന്ന പെട്ടൽ സിദ്ധം, അടുത്ത ബുദ്ധി, അത് മനസ്സ്, അഹങ്കാരം. അപ്പോൾ അതിന് മുദ്ര ആൻഡ് ബീജമന്ത്രങ്ങൾ വെച്ച് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്ക് അത് ഞാൻ മാത്രമാണ് പറയുന്നത്. മറ്റേ റെക്കോർഡ്സിൽ ഇങ്ങനെ കാണാൻ നോക്കില്ല. ഇതിങ്ങനെ പിരിച്ചു പോകാൻ കഴിയും. അതായത് നമുക്കറിയാവുന്ന ചക്രങ്ങൾ എന്ന് പറയുന്നത് ഷഡാധാരങ്ങൾ ആളുകൾ പറഞ്ഞു പോകുന്ന അത് അത്ര മാത്രമേ അറിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് 6 ചക്രങ്ങൾ മാത്രമാണോ അതോ അതിലും കൂടുതൽ ചക്രങ്ങൾ? അത് ചക്രങ്ങൾ സാധാരണ നിങ്ങൾക്ക് 6 ആധാരത്തെ തന്നെ ചക്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ 6ഉം ഓപ്പൺ ആയാൽ മാത്രമേ അത് സഹസ്രാരം. ആക്ച്വലി സഹസ്രാരം ഈ 6 ആധാരത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇതിൽ 6 ആധാരവും 51 അക്ഷരം എന്ന് പറയും. അപ്പോൾ അതിനെ 20 കൊണ്ട് പെരിക്കുക 1020. അപ്പോൾ സിദ്ധ റെക്കോർഡ്സിൽ 1000 അല്ല, 1020. 1000 ദളം ജനറൽ, അതിൽ 12 അന്തർപത്മം, തലയുടെ മുകളിൽ ഊർത്തവ പത്മയെടുപ്പ്, അങ്ങനെ 1020. അപ്പോൾ സഹസ്രാരം നമ്മൾ ടോട്ടലാണ്. അതിനെ ആധാരം എന്ന് പറയാൻ വേണ്ടി. മറ്റു ആധാരങ്ങൾ എല്ലാ ആധാരത്തിനും 20 ടൈപ്പ് എനർജി, ജസ്റ്റ് ലൈക്ക് നമ്മൾ കാറിന് സ്റ്റെപ്നി ടയർ വയ്ക്കുന്ന മാതിരി റെഡി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചക്രങ്ങളുണ്ട്. അത് 6 × 20 ടൈംസ് അവിടെ ഹെഡ് കൺട്രോളിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഹീലിംഗ് വരുന്നു. മൂലാധാര ഡാമേജ് ആയി പോയാൽ തലയിൽ നിന്ന് എനർജിയെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും നാഡി ചാനൽ വഴി. കാരണം വെച്ചാൽ ഈ മൂലാധാരത്തിൻ്റെ എനർജി തലയിൽ സ്റ്റോറായിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ടോട്ടൽ സഹസ്രാരം. അതിൻ്റെ മേലെ ഗുരുമണ്ഡലം, അത് തലയിൽ ഒരു ബ്ലിസ് സെൻറ്റർ, അടുത്ത് നിരാധാരം, അടുത്ത് പരമാണു. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ ശ്രീചക്ര സിംഹാസനേശ്വരി പാട്ടിൽ ഇത് വരുന്നുണ്ട്. അഗസ്ത്യർ എഴുതിയിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ വരുന്നുണ്ട്. ഗുരുമണ്ഡല വാസിനി, നിരാധാര, നിരാമയ, നിരാകുല, പരമാണു ഇതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രാക്ടിക്കൽ ആരും പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ വരുന്നവരൊക്കെ ഇത് സഹസ്രാരം ആധാരം പ്ലസ് സഹസ്രം നിൽക്കുന്നത്. ഇതിൽ പോകുന്ന ടെക്നിക്ക് തിരുമന്ത്രത്തിലാണ് ഇരിക്കുന്നത്. തിരുമന്ത്രത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഗുരുമണ്ഡലത്തിൽ
ഒരു ട്രാൻസ്പാരൻ്റ് ഗോൾഡൻ ഗ്ലോബ്, അതിൽ നടരാജർ ഡിഫാൾട്ടോ ആടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ശക്തിയ ഉപാസകൻ്റെ ശ്രീചക്ര സമകാശിനേശ്വരി, അവർ ശ്രീചക്രത്തെ അവിടെ വെച്ച് എങ്ങനെ ഫാമാവും, ഇതൊക്കെ തിരുമന്ത്രത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അത് നിരാധാരത്തിൽ ശിവനും ശക്തിയും റിലാക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വന്ന് ഒന്നായിട്ട് നിൽക്കുന്ന ശിവൻ രണ്ടാം പിരിഞ്ഞ് ക്രിയേഷന് വേണ്ടി ശിവശക്തിയാ പിരിഞ്ഞ സെൻറ്റർ, ഇങ്ങനെയുള്ള ഇതൊക്കെ ശൈവ സിദ്ധാന്തത്തിലും തിരുമന്ത്രത്തിലുണ്ട്. അതിനെ ഞാൻ പ്രാക്ടിക്കലായി ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ, നിരാധാരം അതിനെ ആക്ടിവേറ്റ് എന്ത് മുദ്ര, ഒരു ഉദാഹരണ മുദ്രയെ തൂക്കി പിടിക്കണം, ശിവ മന്ത്രം, ഇങ്ങനെ വെച്ചാൽ ഇന്ന റിസൾട്ട് വരുന്നുണ്ട്. പരമാണുമായിട്ട് വെച്ചാൽ ഒറ്റ ലെറ്റർ ഓം സീന്ന് ഒരു ഒറ്റ ലെറ്റർ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാം, അതിന് മുദ്ര. ഇങ്ങനെ പ്രാക്ടിക്കൽ എല്ലാത്തിനും റിസൾട്ട് ഓറിയൻറ്റഡ് എല്ലാവരും റിസൾട്ട് ഫീഡ്ബാക്കും കൊടുത്തിട്ടുണ്ട് പല ഇതിലും. ഇതാണ് ഞാൻ ഇത് വന്ന് മറ്റേ ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇവർക്ക് ഈ നോളജ് ഇല്ല. ഇത് ഇരിക്കുന്നത് തിരുമന്ത്രത്തിൽ നിന്ന് ഞാൻ എടുത്ത് അത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ് നടത്തുകയാണ്. ഇതേമാതിരിയുള്ള ഇതാണ്. രണ്ടാമത് നിങ്ങൾക്ക് സ്വാധിഷ്ഠാനം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഉള്ള റെക്കോർഡിൽ 6 തളം ഓറഞ്ച് കളറിന് അതാണ് സ്വാദ് വെച്ചാൽ ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്താൽ 6 ടേസ്റ്റാണ് ജനറലാണ്. അത് കമ്പൈൻ ചെയ്ത് പലതും എടുക്കാം. അപ്പോൾ 6 തളത്തായി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ നാക്കിൽ വാട്ടർ ഡിസ്ചാർജ് വന്നാൽ നിങ്ങളുടെ ദേഹത്തിൽ വാത പിത്ത കഫം നോർമൽ എന്നർത്ഥം. പുളിപ്പ് വന്നാൽ നിങ്ങൾക്ക് വാദം അധികം എന്നർത്ഥം. അപ്പോൾ നിങ്ങളെ ത്രിഫല എന്തെങ്കിലും മാറ്റി കഴിച്ച് നോർമൽ ചെയ്തോളാം. അപ്പോൾ അതിൽ അത്യാവശ്യം കയപ്പ് വന്നാൽ പിത്തം അധികം. അപ്പോൾ പിത്തത്തിന് കയപ്പ് തന്നെ മരുന്ന്. അടുത്ത ലൈറ്റ് സ്വാദ് വന്നാൽ കഫം അധികം. അപ്പോൾ ഇത് വന്ന് ടേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ കേൾക്കാൻ തമാശ, ഇതൊക്കെ വന്നു കഴിഞ്ഞു. ത്രൂ ടേസ്റ്റ് യു ക്യാൻ കൺട്രോൾ യുവർ വാദപിത്ത കഫം. ഇതുകൊണ്ട് ആയുർവേദത്തിലുണ്ടല്ലോ. ഇപ്പോൾ 6 ടേസ്റ്റിൽ ഇത് എരിവ്, ഉപ്പ്, പുളി ഇത് കൂടുതലെടുത്താൽ പിത്തം ഇൻക്രീസ് ആവും, വാദം കൺട്രോളിൽ വരും. ഇതിരിക്കുന്ന ബേസിക് ലെസണിലിരിക്കുകയാണ്. അപ്പോൾ 6 ടേസ്റ്റേയും കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് സ്വാധിഷ്ഠാനം. അപ്പോൾ അത് സ്വാധിഷ്ഠാനം മുദ്ര വെച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ 6 ടേസ്റ്റിൽ 3 അധികമായ പിത്തം കൂടും, അതേ 3 കുറഞ്ഞാൽ വാദം കൂടും, അതേ കഫം കൂടും. ഇതൊക്കെ കൺട്രോളിൽ വരുമല്ലോ. അത് സമനില ചെയ്യുന്ന മുദ്രകൾ വെച്ച് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ വാദപിത്ത കഫത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിൽ കൺട്രോൾ ചെയ്യാൻ ഇത് അഡീഷണൽ ഇൻഫർമേഷൻ. ഇപ്പോൾ മണിപൂരകം നിങ്ങൾ 10 തളം, അതിന് യെല്ലോ കളർ, ഇത് നിങ്ങൾക്ക് കാമണ കിട്ടും. ഇതിൽ ഹീറ്റ് അഗ്നിയാണ് സെൻറ്റർ. അഗ്നിക്ക് 2 പോർഷൻ, ഒന്ന് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഹീറ്റ് പോർഷനാണ് ഡൈജഷൻ നോക്കുന്നത്. അപ്പോൾ അത് വന്ന് സമാനുള്ള വായു, അത് ഡൈജഷൻ. അതേസമയം കൂർമൻ എന്നൊരു വായു ഇരിക്കും, അതിൽ കണ്ണിന് പോകുന്നത്. കൂർമനെ ആക്ടിവേറ്റ് ചെയ്ത് കാന്താരി എന്നൊരു നാഡി ചാനൽ ഓപ്പൺ ചെയ്താൽ ഇടത് കണ്ണിന് പവർ വരും. അത് പുരുഷൻ എന്നൊരു നാഡി ചാനൽ വലത് കണ്ണിന് പവർ. പലർക്കും ഞാൻ 20%, 80%, 5%, 80% 5 പേര് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എൻ്റെ സ്റ്റുഡൻസ് അവർ അക്നാലേജ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പോർഷൻ അവർ കവർ ചെയ്യുന്നില്ല. മണിപൂരകം എന്ന് പറഞ്ഞാൽ അഗ്നി അവിടെ വേറെ സമാനൻ ആൻഡ് കൂർമൻ ഡിവൈഡായി നിൽക്കുന്നത് ഞാൻ മാത്രമാണ് പറയുന്നത്. അനാഹതത്തിൽ നിങ്ങൾ എന്തോന്ന് അനാഹതത്തെ എന്തിനെ ആക്ടിവേറ്റ് ചെയ്യണം? ത്വക്ക് ദേഹത്തുള്ള ഒരു 40 സ്ക്വയർ ഫീറ്റ് നല്ല വളർന്നവർക്കുണ്ട്. അതിൽ എങ്ങനെ അനാഹതത്തിൽ വരുന്നത്? അനാഹതത്തിൽ നിന്ന് വരുണി നാഡി ചാനൽ. ഇതൊക്കെ ന്യൂ ഇൻഫർമേഷൻ ശിവയോഗത്തിലും മർമ്മത്തിലുമാണ്. അതുവഴിയായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിലുള്ള അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യാം. അലർജി, ഒരുപാട് ഡ്രൈ സ്കിന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതിൽ അനാഹതം ഇതിനുള്ള കാണ്ടാക്ട് വരുണി നാഡി ചാനൽ ഉള്ളത് അത് ഞാൻ മാത്രമാണ്. വിശുദ്ധി, കാത്. ശരി, എന്തിനു വിശുദ്ധി അവർ ആക്ടിവേറ്റ് ചെയ്യുക? അതുകൊണ്ട് എന്ത് ഗുണം? 2 കാതിനും എനർജി ചാനൽ ഇത് കൊണ്ടുപോയാൽ കാത് കേൾക്കാതെ കാതും കേൾക്കും, ഇംബാലൻസ് ശരിയാവും. 2 ഇലയ്ക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിരിക്കുന്ന അവിടെയാണ്. അതിനെ വർദ്ധിക്കുന്നത് എങ്ങനെ? ഓട്ടിസം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് വിശുദ്ധി ആക്ടിവേറ്റ് 3-4 കേസ് ഇപ്പോൾ മുംബൈയിൽ വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസത്തിനുള്ള ഇപ്പോൾ ഒരു പയ്യന് 21 വയസ്സായ പയ്യനെ ക്ലിയർ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. 21 വയസ്സ് പയ്യൻ, അവർ ആട്ടിസം. അതെങ്ങനെയാണ്? അത് വിശുദ്ധിയിലാണ് ബ്ലോക്ക് ആവുന്നത്. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാവും. അത് വന്ന് അവർ അനാഹത ലെവലിലിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിശുദ്ധിയിലാണ് ബ്ലോക്ക്. ആ ബ്ലോക്ക് ഞാൻ ഇങ്ങനെ അവരുടെ എനർജി ഇങ്ങനെ കഴുത്തിൽ വയ്ക്കുമ്പോൾ വീഡിയോ ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിലേ ഉണ്ട് 2-3 എണ്ണം. അത് സംസാരിക്കുന്നു. അത് മിനിമം 3 ഡേയ്സിൽ സംസാരിക്കുന്നു. വീഡിയോ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചിലത് യൂട്യൂബിൽ കയറ്റാൻ പറ്റാത്തതൊക്കെ ഞാൻ ശേഖരിട്ടാ വെച്ചിരുന്നു ഫോർ എവിഡൻസ്.
അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ശിവയോഗയിൽ പോസിബിൾ. അപ്പോൾ പോസിബിൾ. രണ്ടാമത് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യുന്നത് 5 കൊല്ലമായിരിക്കുന്ന കോൺസ്റ്റിപ്പേഷനെ വെച്ചാൽ മൂലാധാര ആക്ടിവേഷൻ, അപാന ആക്ടിവേഷൻ, ഗുഹു എന്ന് ഒരു നാഡി ചാനൽ, ഈ 3 ഓപ്പൺ ചെയ്ത് മേരുദണ്ഡ ആസനം ചെയ്താൽ അരമണിക്കൂറിൽ കക്കൂസും പോവും, വർഷക്കണക്കായുള്ളവർ. അപ്പോൾ ഇതൊക്കെ ശിവയോഗ ആൻഡ് ചക്ര ആക്ടിവേഷൻ റിലേറ്റഡ്. ബിക്കോസ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതേമാതിരി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, നാഡി ചാനൽസ്, നെർവ്സ് ആർ കണക്റ്റഡ് ടു ചക്രാസ്. ചക്രാസ് എന്ന് പറയുമ്പോൾ മുമ്പേ നിങ്ങൾ അറിയേണ്ടത് ഫിസിക്കൽ ബോഡിയിൽ അതിൻ്റെ പേര് ചക്ര അല്ല. ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെർവ് പ്ലക്സസ്. എന്തോന്ന്? നെർവ് പ്ലക്സസ് ആണ് ഫിസിക്കൽ ബോഡി ഇരിക്കുന്നത്. അതേ ഇത് ആസ്ട്രൽ ബോഡി ഇരിക്കുന്നത് നാഡി പ്ലക്സസ് ആണ്, ആധാറാസ്. അപ്പോൾ എല്ലാം ഒന്നല്ല. ഇത് നെർവ് പ്ലക്സ്, അതാണ് ന്യൂറോ സർജന് അറിയുന്ന നെർവ്. യോഗയിലാണ് അതിൻ്റെ പാരലൽ, ആ മൂലാധാരത്തിൽ പാരലലുള്ള മൂലാധാരം, ഇങ്ങനെ ആധാരം എന്ന് പറയുന്ന യോഗ അത് ഇരിക്കുന്നത് ആസ്ട്രൽ ബോഡിയിലാണ് ഇരിക്കുന്നത്. അത് നാഡി പ്ലക്സസ്. അതിൽ നിന്ന് എനർജി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ നെർവ് പ്ലക്സിന് അയക്കുമ്പോഴാണ് ദേഹത്തിന് എനർജി കിട്ടുന്നത്. ആ നാഡി പ്ലക്സസ് ആണ് ആധാരം. അത് എല്ലാവർക്കും ചുമ്മാ ഇരുന്ന് അത് ആക്ടിവേറ്റ് ചെയ്താണ് ചക്ര. അപ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് എനർജി ഫ്ലോ, അതിൻ്റെ പേരാണ് ചക്രം. അപ്പോൾ നെർവ് പ്ലക്സ് വേറെ, ആധാരം വേറെ. അത് ആക്ടിവേറ്റ് ചെയ്തവർക്ക് മാത്രം തന്നെ ഈ സർക്കുലർ എനർജി ഫോം ആകും, അതാണ് ചക്രം. അപ്പോൾ സാധാരണക്ക് ആധാരമുണ്ട്, ആക്ടിവേറ്റ് ചെയ്ത ശേഷമാണ് ഈ സർക്കുലർ എനർജി ഇത് വരുന്നത്. ഇങ്ങനെ ഇത് വ്യത്യാസങ്ങൾ മറ്റ് റെക്കോർഡുകളിലില്ല. എല്ലാത്തെയും ഇട്ട് കൺഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ ഊർജം ചക്ര ആയാൽ പുറത്തുനിന്ന് ഊർജം വലിച്ചെടുത്ത് ആധാരത്തിൽ ദശവായുവിൽ സ്റ്റോർ ചെയ്ത് ഇവിടെ അയക്കുമ്പോൾ ഫിസിക്കൽ ബോഡിയിലുള്ള നെർവ്സ് വലിച്ചെടുക്കും. അത് എല്ലാ സെൽസിനും മൈറ്റോകോൺട്രിയ എന്നുള്ള ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ് ഉണ്ട്. അത് ഇറ്റ് വിൽ കൺവേർട്ട് ദ കോസ്മിക് കറണ്ട് ഇൻറ്റു ബയോ കറണ്ട്. ഇതാണ് സീക്രട്ട്. ഇതൊക്കെ മറ്റേ യൂട്യൂബിലൊക്കെ ഇരിക്കുമല്ലോ, 10 തളം ആക്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഇതിലുള്ള വിശേഷങ്ങളായിട്ടുള്ളത്. ഇതിൽ ഈ ചക്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ നിറങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിറങ്ങൾ കൊടുക്കുകയല്ലേ. നിറം നേരത്തെ യൂറോപ്യൻസും മറ്റേ വെസ്റ്റ് എന്തോന്ന് നിറങ്ങളൊക്കെ പറയുന്നത് എവിടെ ഞാൻ ഇത്ര ഓപ്പറേഷൻ ചെയ്ത് നിറത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കിർലിയൻ ക്യാമറ വന്ന ശേഷം ഈ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഈ പ്രിൻ്റ് ഔട്ട് കിർലിയൻ ക്യാമറയിൽ കാണാൻ പറ്റും. നിറങ്ങൾ പ്രിൻ്റ് ഔട്ടേ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹൈദരാബാദിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അവിടെ എടുത്തു, കിർലിയൻ ക്യാമറ വെച്ചാൽ പ്രിൻ്റ് ഔട്ടേ എടുക്കുക. അതുകൊണ്ട് നിറമൊന്നും മായോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദെയർ. ആക്ടിവേറ്റ് ആയാൽ കളർ പ്രൊജക്റ്റ് ആവും. അതായത് നമ്മുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ കളറുകൾ പ്രൊജക്റ്റ് ആവും. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശ്വാസോച്ഛ്വാസം വഴിയാണ് യഥാർത്ഥത്തിൽ ശരിയാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പല മെത്തേഡ് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ചിലർ അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർ ധ്യാനം ചെയ്ത്, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം പ്രാണായാമങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ യോഗ, മറ്റുള്ള യോഗ രീതികൾ, അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ചക്രങ്ങൾ ആക്ടിവേഷൻ ആവുന്നത്? ബ്രീത്തിങ് പ്രാണായാമത്തിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്ഥൂല പ്രാണായാമം, ഇന്ന് സൂക്ഷ്മ പ്രാണായാമം. നിങ്ങളിങ്ങനെ ശ്വാസം വലിക്കുന്നു, ഇത് ലങ്സിൽ പോകുന്നു. ഇത് സ്ഥൂല പ്രാണായാമം, സ്ഥൂല ബോഡി സ്പീസ്. അതേസമയം ഈ പ്രാണായാമം ചക്ര ആക്ടിവേഷൻ ടൈമിൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ ഊർജം ബ്രഹ്മരന്ധ്രം വഴിയായിട്ട് ആധാരത്തിലോട്ട് പോകണം. പുറത്ത് ശ്വാസം വിടുമ്പോൾ ആ ഊർജം മൂലാധാരത്തെ ക്ലൻസ് ചെയ്തിട്ട് നെഗറ്റീവ് എനർജി പുറത്തേക്ക്, ഇനി പോസിറ്റീവ്. ഇതിൻ്റെ പേര് ചക്ര ബ്രീത്തിങ്. ഇത് ആദ്യമൊക്കെ ചക്ര ബ്രീത്തിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക അവർ കൺഫേം ചെയ്യുന്നു, ഇത് കണക്റ്റഡ്, ശ്വാസത്തിനും ആധാരത്തിനും കണക്റ്റഡ് എന്നുള്ളത് നമ്മുടെ റെക്കോർഡ്സിലുണ്ട്. ഇപ്പം നമ്മൾ ശ്വാസം വലിക്കുന്നത് ഇങ്ങനെ വലിച്ചാൽ അത് 1.25 നാഴിക നേരം, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്സ് കണക്റ്റഡ് ടു മൂലാധാര. 1.25 നാഴിക കഴിഞ്ഞോണം അത് ഷിഫ്റ്റ് ടു സ്വാധിഷ്ഠാന, 1/4 നാഴിക കമ്മിയാവും. അത് കഴിഞ്ഞ് 1/4 കമ്മി അടുത്തത് ഇങ്ങനെ പോയി വിശുദ്ധി വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഒരു ബ്രീത്തിങ് നടക്കുകയാണ്. ഇതിൻ്റെ പേര് ചക്ര ബ്രീത്തിങ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റഡ്. ഇതിനെയാണ് വാസിയോഗ എന്ന് സിദ്ധന്മാർ നേരത്തെ പറഞ്ഞത്. വാസിയോഗ ആൻഡ് സരയോഗ ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ അവർ ചക്ര ബ്രീത്തിങ് ഇതെയാണ് അവർ വാസിയോഗ എന്ന് പേര്. വാസി നിങ്ങൾ ഇതേമാതിരി എല്ലാ ആധാരത്തിലും കണക്ട് ചെയ്ത് അത് ഫീലാവും, റിസൾട്ടിൽ വരും. എൻ്റെ ക്ലാസ്സിൽ നല്ല എനർജി ഫ്ലോ ഫീലാവും. ഇതാണ് ഇതിനുള്ള കാര്യങ്ങൾ.